നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ ബ്രസീലിയൻ വമ്പന്മാരായ ഫ്ലുമിനൻസിനെ പരാജയപ്പെടുത്താൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി ഫ്ലുമിനൻസിനുമേൽ വിജയം നേടിയിട്ടുള്ളത്. അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവരസ് ആണ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. 2 ഗോളുകളും 1 അസിസ്റ്റും ഈ മത്സരത്തിൽ ഹൂലിയൻ ആൽവരസ് സ്വന്തമാക്കുകയായിരുന്നു. തങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ മത്സരശേഷം ഒരു വിവാദ സംഭവം നടന്നിരുന്നു. അതായത് ഫ്ലുമിനൻസിന്റെ ബ്രസീലിയൻ താരമായ ഫെലിപ്പെ മെലോയും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്യാപ്റ്റനായ കെയ്ൽ വാക്കറും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. 2 താരങ്ങളും തമ്മിൽ വാഗ്വാദവും അതിനെ തുടർന്ന് പിടിവലിയും നടക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് മറ്റൊരു സൂപ്പർ താരമായ ജാക്ക് ഗ്രീലിഷ് ഇതിൽ ഇടപെട്ടു. തുടർന്ന് എല്ലാവരും ചേർന്നുകൊണ്ട് ഇരുവരെയും പിടിച്ചു മാറ്റി സംഘർഷം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ വിവാദങ്ങളുടെ കാരണം ഫിലിപ്പെ മെല തന്നെ ഇപ്പോൾ മത്സരശേഷം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫ്ലുമിനൻസ് താരമായ മാത്യൂസ് മാർട്ടിനെല്ലിയെ മത്സരശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ജാക്ക് ഗ്രീലിഷ് അധിക്ഷേപിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് മെലോയും വാക്കറും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയത്. തന്റെ താരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി താൻ ഏതറ്റം വരെ പോകുമെന്നും താൻ ഒരു വാരിയറാണ് അഥവാ പോരാളിയാണ് എന്നും മത്സരശേഷം ഫെലിപ്പെ മെലോ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു കലാശ പോരാട്ടം നടന്നിരുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി തന്നെയായിരുന്നു ആധിപത്യം പുലർത്തിയത്. എന്നാൽ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഗോൾ വഴങ്ങേണ്ടി വന്നതാണ് യഥാർത്ഥത്തിൽ ഫ്ലുമിനൻസിന് തിരിച്ചടിയായത്. ഏതായാലും ഈ ഒരു വർഷം 5 കിരീടങ്ങൾ നേടിക്കൊണ്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ പെപ് ഗാർഡിയോളയുടെ സ്വന്തം മാഞ്ചസ്റ്റർ സിറ്റി. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.